അപ്പോൾ തിരുവഞ്ചൂരിൽ നിന്ന് വന്ന വാസവൻ ചേട്ടൻ്റെ ഒമ്മ ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോഴും ഉള്ളത്. ഞങ്ങൾക്ക് മണ്ണാർക്കാട് പള്ളി ജോമൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്ന് പോകണം. പിന്നെ 4 മണിക്കാറ്റിൽ അമ്മ വീട്ടിൽ പോകാൻ കിടന്ന് ഭയങ്കര ധൃതിയാണ്. ഭയങ്കര ധൃതി അവിടെ പോയി പണിയുണ്ടെന്ന്. അത് പറഞ്ഞിട്ട് കാര്യം നമ്മൾ കിടക്കാറാകുമ്പോഴത്തേനും എന്തെല്ലാം കാര്യം തീർക്കണം. പണ്ടത്തെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ പറയണം. അത് മറ്റേ കുടിച്ചാ അത് പുഴ കുടിച്ചോ? കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു പെൺകൊച്ചേ ഉള്ളൂ. ആണുങ്ങളോ? ആണ് പിള്ളേരാരും ഇല്ല. കൊച്ചുമക്കളേ ഉള്ളൂ. ആൺപിള്ളേരുള്ളൂ. ആൺപിള്ളേർ കൊച്ചുമക്കള്, കൊച്ചുമക്കള്, മക്കളുടെ മക്കള്, ആൺപിള്ളേർ. മകളുടെ മകൻ. ഒരു മകളോ ഒരു കൊച്ചുണ്ടോ? അമ്മച്ചിക്കോ? എനിക്ക് അമ്മച്ചിക്ക് ഒരു കൊച്ചുള്ളൂ. എനിക്കൊരു കൊച്ചേ ഉള്ളൂ. ആമക്കളുണ്ടോ? ആമക്കളില്ല. അവക്കൊരു ആൺകൊച്ചുണ്ട്. ഉണ്ടായില്ലേ? എനിക്കോ? ഇല്ല. പിന്നെ അമ്മച്ചിക്ക് എന്നാ പെൺപിള്ളേരാണ് ഉണ്ടായത്? ഒരാള്. ഒരാളേ ഉള്ളൂ. ആണും പെണ്ണുമായിട്ട് ഒരാളേ ഉള്ളൂ. ഉള്ളവർ നന്നാകും പറ്റിയാൽ അമ്മച്ചി. നമ്മളും മടുക്കുക. നമ്മൾ പറയുമ്പോഴൊന്നും കേൾക്കില്ല. അവർക്ക് തോന്നുമ്പോൾ അവർ പോകും. അപ്പം മച്ചാൻ തെറ്റല. അങ്ങനൊന്നുമില്ല. അതേ ജോമോൻ പൊന്നു പോലെയല്ലേ നോക്കുന്നേ. നേരെ വൈകി അങ്ങോട്ട് പോയി ഏലങ്കരം. ജോമോനും പൊന്നു പോലെയല്ലേ നോക്കുന്നത് അമ്മച്ചിയെ, അല്ലേ? പിന്നെ നോക്കുന്നതിനൊന്നും കുഴപ്പമില്ല. സാബുവിനെ ഭയങ്കര ഇഷ്ടല്ലേ? രോഗമൊന്നും വരായിരുന്നു. അത് തന്നെ. ചുടുവി തരിക എന്നിട്ട് പോവോ? അണുക്കള രോഗമുണ്ട്. ഞാൻ കണ്ടു ഉടുപ്പൊക്കെ എടുക്കുന്നേ. ഉടുപ്പൊക്കെ വാങ്ങിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. വസ്ത്രം മേടിക്കാൻ പോയില്ലേ? ഉടുപ്പ് ഇല്ലേ? അന്നേരത്തേക്കേ ഉള്ളൂ. ഇന്നാ നേരെ പോയി ചെന്നിട്ട് എന്തെല്ലാം ചെയ്യണം. കന്നുകാലി ആട് ഇതെല്ലാം കിടന്ന് കരച്ചില്ല. അപ്പം വേറെ ആരും ഇല്ലാതാണ്. അമ്മ മാത്രമേ ഉള്ളൂ അവിടെ എല്ലാം ചെയ്യാനായിട്ട്. അമ്മ പോയിരുന്നു. ഇവിടെ ആടിനെ കൂടെ കൊണ്ടുനേക്കായിരുന്നു. അല്ലെ കാറിന്റെ ഡിക്കി ഇട്ടാ മതിയായിരുന്നു. എനിക്ക് പണ്ടൊരാളുണ്ടായിരുന്നു. എനിക്ക് ആടിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പശുവിനെ ആടിനെയൊക്കെ. എന്നിട്ട് മോളുണ്ടായപ്പോഴത്തേന് അവളെ കുത്താൻ വന്നു. അത് പിടിച്ച് കൊടുത്തില്ലേ? ഇനി ഇവിടെ ആട് പശു കോഴി ഒന്നിനെ ഇവിടെ വളർത്തത്തില്ല. കോഴി ചേട്ടന് പേടിയാ. കോഴിയെ പേടിയാ. പാറ്റായും കോഴി. അത് കൊള്ളാലോ. പിള്ളേരുടെ കിടന്ന് കാറുന്നതിന് കുഴപ്പമില്ലല്ലോ. പാറ്റായി കണ്ട ഒന്നര കൂടും. മുട്ടനാടായിരുന്നു. അല്ലല്ല, മറ്റേ ആടായിരുന്നു. പെണ്ണാടായിരുന്നു. അത് പ്രസവിക്കൊന്നും ഇല്ലായിരുന്നു. മച്ചിയാടായിരുന്നു. അയ്യോ, മച്ചിയാടായിരുന്നു. എന്നിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാൻ വളർത്തിയതാണ്. ഉണ്ടെങ്കിൽ നല്ല എല്ലായിടത്തും കേട്ട് ചെയ്താനും കൊടുക്കും. ഇപ്പൊ ഒന്നും ആരും ഒന്നും വളർത്താനൊന്നും മെനക്കെടുകയല്ല. ആരായിരിക്കുന്ന വീട്ടിൽ? അതെ, കൊച്ചുങ്ങളൊക്കെ ഇല്ലെങ്കിൽ വന്നും പറ്റി. അമ്മച്ചിയെ പോലെ ഇപ്പൊ അമ്മച്ചി ഇപ്പോഴും പശുവിനെയൊക്കെ കെട്ടുകയല്ലേ? പിന്നെ മൃഗങ്ങളെ വളർത്തൊക്കെ നമ്മൾ കാരണന്മാരെ അമ്മ വരുന്നതിനുണ്ടാക്കിയതാ. നിങ്ങൾക്ക് കൂടെ എടുക്കട്ടെ? ഈ വേണ്ട, ഈ മോരുവെള്ളം കുടിച്ചിട്ടോ. പാത്രത്തിൽ എടുത്തുതരാം. കുടിച്ചോ, നല്ലതല്ലേ? ഒന്ന് കുടിച്ചോ. അമ്മയ്ക്ക് ഇഷ്ടമല്ലേ മധുരം? അല്ലേ? ചിരി വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇവാന് കൊടുത്തില്ല. ഇവാൻ ഇതൊക്കെയല്ലേ ഇവാൻ എടുത്തു തിന്നത്. എടുക്കട്ടെ മോളെ? ഇച്ചിരി പൈസ ഇപ്പൊ കുടിച്ചില്ലേ? അത് സാരമൊന്നുമില്ല. പോകാം. പുറകുവശത്ത് നമ്മുടെ മൽബറി ഇഷ്ടമാ. മുഴുവൻ താഴെ പോകുക. ഞാൻ ഇന്നലെ പിള്ളേര് വന്നപ്പോ കുറച്ച് കൊടുത്തു. കാണും. മൾബറിപ്പഴം, ചെറിയ മൾബറിയാലേ?
ചെറിയ മഴ എന്നാൽ നാടൻ മൽബറിയാ. മൾബറിക്ക പഴുത്ത് കിടപ്പുണ്ട്. വീന കഴിച്ച് എൻ്റെ വകി വെച്ചോണ്ടിരിക്കണം. നാടൻ മൾബറിയാണ്. പഴം വേണോ? പഴം അവിടെ ഉണ്ട്. ഒരു കൊല്ല പഴുത്ത് കിടക്കണം. ഒന്നും വേണ്ട. നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലണോ? പോകാം. ഇതിലല്ല പോണേ. ഇതിലല്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എല്ലാ അയലോക്കാരല്ല, എല്ലാവരും വീട്ടുകാരെടുത്ത് താമസിക്കുമോ? മലപ്പുറം പറിക്കാൻ പോയിട്ട് ആളെ വന്നില്ലേ? ബന്ധപ്പെട്ട വീട് അപ്പുറത്തുണ്ട്. മൽബറിക്കാൻ പറിക്കാൻ പോയിട്ട് ആള് വന്നില്ലേ? ആ ഞാൻ ചോദിക്കുവായിരുന്നു. അമ്മ ഇവിടെ ഒന്ന് ഇറങ്ങണ്ട, അവിടെ നിന്നോ, ഞാൻ നോക്കട്ടെ. ആരുമില്ല. പോകാം. ഇവിടെ നിർത്തിക്കോളാനല്ലേ പറഞ്ഞേ? അയ്യോ അത് പറ്റില്ല. മൾബറി ഒരു പഠിക്കണ്ടേ? പഠിക്കണല്ലേ? പഠിക്കാനുള്ളതല്ലേ? മൾബറി ഓർമ്മ കൊടുത്താൽ മതി. ഇവിടെ ഇരിക്കും. വാ, ഇവിടെ വാ. ഇവിടെ വാ, ഇവിടെ ഇരി. ഇല്ലല്ലേ? ഇത്ര നല്ലതാണ്. തണുപ്പുണ്ട് ഇവിടെ. ഞങ്ങളുടെ അവിടെ വെച്ച് നോക്കുമ്പോ ഇത് നല്ല തണുപ്പാ. ഇത് മച്ചല്ലേ? ഇതെല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുന്നോണ്ടായിരിക്കും. സീലിംഗ് ഇത് മച്ചല്ലേ? അച്ഛനെ പുറത്തെ സീൽ ചെയ്തിരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് നല്ല തണുപ്പാ എപ്പോഴും. എന്നെ കൂടെ കൊണ്ടുപോകാമോ നിങ്ങൾ പോണ സ്ഥലത്ത്? എന്നെ കൂടെ കൊണ്ടു. മോനെ പായസം എടുക്കട്ടെ? അവൻ കുടിക്കല്ല. പായസം കുടിക്കല അല്ലേ? പിന്നെ ചോറ് കുടിക്കത്തില്ലേ? ഞങ്ങളെല്ലാരും കുടിക്കുക. അവൻ കുടിക്കല. അവൻ ഒത്തിരി സാധനങ്ങൾ തിന്നിയല്ലാത്തോണ്ട്. നല്ല പായസം, ഹൽവ തിന്നിയല്ല, പായസം കുടിക്കല, തണ്ണിമത്തം കഴിക്കല. അവന് കുറെ ഐറ്റംസ് ഉണ്ട്. വന്നു കഴിഞ്ഞാല് പാൽപ്പായസം കുടിക്കും. അത് ഒത്തിരി ഒന്നുമില്ല. ഞങ്ങൾ നിർബന്ധിച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കാലം കുടിക്കും. പരീക്ഷ കഴിഞ്ഞില്ലേ? എത്ര മൈലുണ്ടോ? 10-12 കിലോമീറ്ററേ ഉള്ളൂ. 10-12 കിലോമീറ്ററേ ഉള്ളൂ. ആ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഗവൺമെന്റ് അല്ല അവിടെ കിളിയിലും പൈസ കൊടുക്കും. അന്ന് നോക്കാൻ പറ്റിയിട്ടുണ്ടോ? കന്നുകാലി പെൺപിള്ളേരാരും ഇല്ല, ആ കൊച്ചുങ്ങളും ഇല്ല. പിന്നെ എങ്ങനെയാ? അമ്മയ്ക്ക് എത്ര പിള്ളേരുണ്ട്? അമ്മ വലുപ്പം കെട്ടി ഇട്ടേച്ച് പോകുന്നതല്ലേ. അമ്മയ്ക്ക് എത്ര പിള്ളേരുണ്ട്? എനിക്കോ? എനിക്ക് പെൺപിള്ളേർ 3 ആണൊന്നും തിരിഞ്ഞുപോയി. ഇതാരാ തിരിഞ്ഞുപോയി. ഇത് കൂടെ വന്നിരുന്നേ? എൻ്റെ മകളാവും കെട്ടിക്കൊണ്ടോ. ആരുടെയാ? ഏത് മകന്റെയാ? എൻ്റെ അറിയത്തില്ല. ഏത് മകന്റെയാണ്? ആ ചേച്ചിക്ക് അറിയത്തില്ല. പറഞ്ഞു കൊടുത്ത്. ഇത് എൻ്റെ മകൻ്റെ ഏത് മകനെ മകന്റെയാ? കെട്ടിക്കൊണ്ട് വന്നോ? ആരുടെ ഭാര്യ ഇത്? ഇവിടെ വന്ന മകനില്ല. ഏതാ? ആ ഇവിടെ വന്ന മകനോ? ഇതാണോ? ഇതാണോ? ഇവനല്ലല്ലോ. പിന്നെ ആരാ? ഇവനാണോ? ഇല്ല, വണ്ടിയൊക്കെ ഇരിക്കുന്ന ജോമോനാ. വണ്ടിയിൽ ജോമോനാ. എന്തൊക്കെയാ പറയുന്നത്? അമ്മ എന്തൊക്കെയാ പറയണത്? അവനുണ്ട്. ആരാ? അത് വിവാൻ. ഇവാൻ. വിവീനോ? ആ പോകാം. ഞാനേ ഇന്ത്യ എന്റെ പേരറിയത്തില്ലേ? എന്നാ വീനായിന്നുള്ളത്. ആ കണ്ടോ? എന്തോ അവളെ മാത്രം പുറത്തിറങ്ങി പോയപ്പോഴും ഇവിടെ ഇറങ്ങി വരാൻ പറഞ്ഞു. പുറത്തിറങ്ങി പോയപ്പോഴേ വിവിന പാടി എന്ന് പറഞ്ഞ് വിളിച്ച്. അതിപ്പോഴും അറിയത്തില്ലല്ലേ? ഇപ്പോഴും അറിയത്തില്ല. ആദ്യത്തെ പേര് കാര്യമില്ല. എത്ര വർഷമായോ? നമ്മളെ ചോദ്യം ചെയ്യുക. ഇങ്ങോട്ട് വഴിയുണ്ടല്ലേ? ഇവിടെയോ? അങ്ങോട്ട് വഴിയില്ല. അല്ലേ? അമ്മയുടെ ആദ്യത്തെ പേരുകാരിയാ. അവർക്ക് വല്യമ്മമാരുടെ പേരാണല്ലോ. ഞാൻ നോക്കി കേട്ടായിരുന്നു. എല്ലാം കാണുമല്ലേ? അവരവിടെ എല്ലാം കാണും. സ്ഥലമൊക്കെ ഇല്ല. അവിടെ പെരയൊക്കെ എനിക്കോ? ഇവിടെയോ? അവിടെ താമസിക്കും.
സ്ഥലം നിങ്ങൾ വാ കൊച്ചുങ്ങളെ അവിടെ ചെന്ന് കഴിയുമ്പോ എന്തെല്ലാം 4 മണിക്കാറ്റ് ഇത് പോയിട്ട് പള്ളിയിലോട്ട് പോയാൽ മഞ്ഞുകാലം ഇപ്പൊ ആരും കാണില്ലല്ലോ. അങ്ങനെയാണോ? അല്ല എത്ര സമയം അവിടെ തുറക്കാം? ആ സമയം ഉറപ്പോടെ പോകുന്നില്ല. അല്ല അത് ഏത് സമയം ഉദ്ദേശിക്കുന്നത്? ഒരു 4 മണി 5 വീട്ടിൽ ചെന്ന് മണിയൊക്കെ കറി ആവുമ്പോഴാണ് വെക്കണം, കറി വെക്കണം, എന്തെല്ലാം പണി ആയില്ലല്ലേ? 5 മണിക്കാണ് പള്ളി തുറക്കുന്നത്. പള്ളി അതുങ്ങൾക്കൊക്കെ എന്നാ ബഹളായിരിക്കും. ആരാ പള്ളിയിലോട്ട് പോകാൻ കന്നാലി ഇന്നൊരു വെള്ളമുണ്ടോ? കന്നാലി കയറ്റി കെട്ടിയിട്ടാ പോകുന്നത്. കന്നാലിനെ കയറ്റി കെട്ടിയിട്ടാ പോകുന്നേ. എവിടെ കൂട്ടില് എവിടെ കൂട്ടി കയറ്റി കെട്ടിന്നേ. ആര് ജോമോള് കൂട്ടുപോയി അവിടെ വീട്ടില് ആ അങ്ങനെ കയറ്റി ഇട്ടേച്ച് പോന്നാ തീറ്റയൊക്കെ കൊടുത്തതാ, തീറ്റയും കൊടുത്ത എല്ലാം കൊടുത്തു, എല്ലാം കൊടുത്തതാ. ഇന്നത്തേക്ക് വേണ്ട എല്ലാം കൊടുത്തു. എന്നാലും അത് ഭയങ്കരമായിട്ട് കിടന്ന് കരയും. ഇല്ലെന്നേ എന്തിനാ പിന്നെ തീറ്റയും വെള്ളവും ഒക്കെ കൊടുത്തു പിന്നെ ഇതിന് അത് ഭയങ്കരമായിട്ട് വാ, വാ. കാര്യം. നീ വാ മക്കളെ. എല്ലാരെയും കൊണ്ട് പോവാ ഒരു സ്ഥലത്ത് പോയി. ചേച്ചി പോകാൻ ആ, ഒരു സ്ഥലത്ത് പോയാൽ ഇരിക്കത്തില്ല, അതാണ് കുഴപ്പം. പക്ഷെ ആ അന്ന് തുണിക്കട പോയിട്ടൊരു കുഴപ്പമില്ല. അതൊക്കെ നല്ല പിടിയാ. തോർത്തില്ല, ഉടുപ്പിടാൻ പറ്റില്ല. ഉടുപ്പനെന്തിനാ തോർത്ത്? ഞാൻ കൊടുക്കുന്നുണ്ടാവും ഇല്ലെന്നേ മോളെ കണ്ടോ ഇല്ല. തോർത്ത് കൊണ്ടുവന്നില്ല. തോർത്ത് കൊണ്ടുവന്നില്ല. പോയി ഇല്ല, കൊണ്ടുവന്നില്ലെന്നേ. പോയില്ല ഞാൻ വീട്ടിലോട്ട് പോയില്ല ഞാൻ. ആ വീട്ടിലോട്ട് പോകാൻ പോണേ ഉള്ളൂ, സമയമില്ല. വിവീനാനെ ആ ഫോണിങ്ങ മേടിച്ചേമേ. ഏ? വിവീനയുടെ കയ്യിന്നേ ആ ഫോണിങ്ങ മേടിച്ചോ. ഞാനൊരു പടം കാണിക്കാൻ ഞാൻ അവിടെ മൾബറി അത്രയേ ഉള്ളൂ. ആ പോരെ എത്രയും 2 പേരേ ഇവരുള്ളൂ. ഇവിടെ 2 പേരേ ഉള്ളൂ. 4 കിടക്കുമുറി. എന്നാലും പിന്നെ പിള്ളേർക്ക് ഉണ്ടായി പിള്ളേര് വല്ലപ്പോഴെങ്ങാനേ വരുള്ളൂ. പിള്ളേരൊക്കെ വളർന്നു വരുമ്പോഴത്തേന് നല്ല സൗകര്യം വേണം. പോകാം ആ പോകാൻ പോ പോകാൻ ജോമോനെന്നോ പോകാൻ പോ. നാട്ടെ ആ പോയേക്കാം. രണ്ടുപേരും 2 പേരും വരാൻ. ഇവിടെ ഇരുന്നാ മതിയോ? ആ എല്ലാരും വിളിക്കുക. വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം കാര്യം നോക്കാം. ഇനി ഒരു കാര്യം ഇല്ലമേ നടത്താൻ. എന്തോ ഇല്ല എന്തോ ഇല്ലാത്ത വാ കഴിക്കുന്ന പോകണമെന്ന് പറഞ്ഞാൽ അന്നാരെ എല്ലാം ചാട് മുന്നിൽ ചാടും അല്ലേ? ഉം. എന്നിട്ട് വരത്തുമില്ല. ഇതിലെയല്ല പോണ, ഇതിലെയാ. ഇതാ വഴി ഇതാമേ. ഇവിടുന്ന് നോക്ക് കുറച്ച് എന്തോരം വഴിയോ. ഇച്ചിരി വഴിയേ ഉള്ളൂ. അരമണിക്കൂറേ ഉള്ളൂ. ഇതാന്നേ വഴി. ഇതാ ഇത് കണ്ടോ, ഇതാ വഴി. നമ്മള് വീട്ടിൽ പോകാം. ആ പോകാന്നേ. ഇപ്പം ജോമനെ ഓർമ്മ വന്നോ. എന്തെല്ലാം കാര്യം വെക്കണം. കറിയും കഞ്ഞിയെല്ലാം വെക്കണം. കഞ്ഞിയും വെക്കണോ? കന്നുകാലി ആ തീറ്റ എന്തോ വണ്ടി ഇവിടെ ഉണ്ടോ? ഏതാ വണ്ടി ഉണ്ടോ? വണ്ടിയിലാ കിടക്കണേ. ഉണ്ടോ? പിന്നെ വണ്ടിയിലാ കിടക്കണേ. ഉണ്ടോ? പിന്നെ പോകാം പോകാം. ആ പോകാൻ പോ. ഇവിടെ കഴിയുമ്പോൾ നല്ല മഴ പെയ്യും. വാ വാ ഉം. ഏറ്റു വാ. നീ പോലില്ലേ? ഞങ്ങൾ പോവുക. ആ എല്ലാരും വിളിക്കുക. എല്ലാരെയും വിളിക്കുക. ആര് ഞാൻ വരണ്ടേ? ഞാൻ വരണ്ടേ? വാ. ഇങ്ങനെ വരാൻ പറ്റില്ല. നീ സാരി കൊടുക്കട്ടെ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാവോ? 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാവോ? സാരി കൊടുക്കട്ടെ. അതെ സാരി കൊടുക്കട്ടെ. സാരി കൊടുക്കട്ടെ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. 5 മിനിറ്റ് കൊണ്ടുവന്നോ? 5 മിനിറ്റ് നിൽക്കാം. കൊണ്ടുപോകണമെങ്കിൽ ഞാൻ തുണി കൊടുക്കാതെ വരാൻ പറ്റുമോ? ഒന്നും ഇപ്പൊ പറ്റിയാലോ. സന്തോഷം. വാ വീട്ടിലോട്ട്. അതിലേ പോയാലോ? അതിലേ പോയാലൊന്നും പോകത്തില്ലമ്മേ. നമുക്ക് വണ്ടിക്ക് പോകണം. വണ്ടിക്ക് പോകണം, അതിലൊന്നും പോകത്തില്ല. അതൊക്കെ വേറെ വീടുകളാ. വീട്ടിലോട്ട് പോകണമെങ്കിൽ വണ്ടിക്ക് പോകണോ? ആ വണ്ടിക്ക് പോകണം. അല്ലെങ്കിൽ നടന്നു പോകത്തില്ല. നടന്നൊന്നും പോകത്തില്ല. 10 കിലോമീറ്റർ അല്ലേ? നടന്നിട്ട് പോകണോ? ആ മൂത്രം ഒഴിക്കണം. പോകാം. മൂത്രം ഒഴിക്കണം. ഞാൻ എനിക്ക് വിളിക്കണ്ട. പിന്നെ പോകുന്ന വഴിക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞാല് മാറി വെച്ചേ. ഇപ്പം പോകാൻ നിൽക്കുക. ആ മൂത്രം വേണേ ഒന്ന് ഒഴിച്ചേക്കാം. വാ. അല്ലേ? ഏതാ വിവീനെ പോരുന്നില്ലെന്നാ പറഞ്ഞേ. അടുത്തുള്ള അയൽക്കൊക്കെ ആരും അറിയത്തില്ല. നമ്മളെങ്ങനെ അറിയുന്നത്? ഒരു പരിചയം. നമ്മളായിട്ട് പരിചയമുള്ളവരല്ല. നമുക്കിവിടെ മാത്രമേ പരിചയമുള്ളൂ. ആ ഇത് അറിയാമോ? അതിൻ്റെ പോകാൻ നിന്ന് തന്നെ മഴക്കാർ കണ്ടവാനും വെപ്പോ രാത്രി ചെന്ന് ആയിപ്പോ വീട്ടിലോട്ട് ചെല്ലുമ്പോ പിന്നെ എന്തെല്ലാം ജോലിയുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ എന്നാ ചെയ്യും? ഞാൻ ഇവിടെ വിളിക്കുന്നു.
അമ്മേ ഏലിക്കുട്ടി വിവീനെ പോയിരുന്നില്ലെന്ന് പോയിട്ടില്ലേ? ഇല്ലെന്ന് ഇവിടെ നിക്കുവാന്ന് ഏ? ഇവിടെ നിക്കുവാന്ന് ഇല്ലേ? ഇല്ലെന്ന് ഇവിടെ നിക്കുവാന്ന് പോലില്ലേടി? ആ അവള് പോയില്ലെന്ന് ഇവിടെ വന്നാൽ ഞങ്ങൾ ഇനി ഒന്നും കഴിയുകയില്ല. അതെ, നീ ഇവിടെ നിന്നോ അല്ലേ? ഇവിടെ നിന്നോ ഞങ്ങൾ വരികയില്ലേ നീ? പിന്നെ നമ്മളിനി വരികയില്ല. നമ്മളെന്തിനാ പിന്നെ? ആ നമുക്ക് അവിടെ വീട്ടിൽ കാര്യമില്ല. ആ നമ്മളിവിടെ നിന്നാലോ? ഇത് മഴ ഉണ്ട്, അതെല്ലാം മൂത്ത്. ഉം. ആ വാനേ വാ. ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വിധം മാറും. വിധം മാറുന്നു. അതെ, പോകാം പോകാം. പോകാം പോകാം. ഇപ്പൊ അവിടെ 4 മണിയിലൊന്നും പോയാലും നിൽക്കുന്നു തോന്നുന്നില്ല. നീ പോലില്ലേ? വീട്ടിൽ പോവാം. പോലില്ലേ? ഇവിടെ നിക്കുവാന്ന്, ഇവിടെ ആരും ഇല്ലെന്ന് നീ ഇവിടെ താമസിക്കാൻ പോവാണോ? താമസിക്കാൻ പോവാന്ന്. ആണോ? എന്നാ താമസിച്ചു, ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങളാരോട്ട് വരുകയില്ല. വാടാ വച്ചാ ഇവാനേ പാവാനെ ചെന്ന് കഴിയുമ്പോഴല്ലേ എത്തിക്ക് വെച്ച് പറയും. ആകാശം മുഴുവൻ മഴക്കാ കയറി വാമാനെ. അവനും വരുന്നില്ലെന്ന്. അവനും വരുന്നില്ലെന്ന്. അവനും വരുന്നില്ലെന്ന്. ആര്? വിവാനും. വിവാനും വരുന്നില്ല. വിവാനം? ആ അയനാ? അവരിവിടെ നിൽക്കുവാന്ന്. അയൻ തന്നെ എല്ലാരും ഇവിടെ കിടക്കണം. വാടാ, ഞങ്ങളാരും കൊണ്ടുപോകാൻ വരികയല്ല കേട്ടോ. തന്നെ വന്നേക്കണം. അതെ, തന്നെ വന്നേക്കണം. ഞങ്ങൾ വരുകയില്ല. ഞങ്ങളുടെ ഒട്ടോരും തോട്ടാൻ നോക്കിയിരിക്കുക. ഞങ്ങൾക്ക് അതിന് സമയമില്ല. പോകാം, ഞങ്ങൾ പോവുക. ഇവിടെ വണ്ടി എടുക്കാൻ വരാം. വണ്ടി കൊണ്ടുപോകും. കണ്ടിതല്ലേ? ഇതാണോ? ആ അപ്പോൾ പുറത്താക്ക്. ആ അതല്ലേ പുറത്തിറക്കി. ഉണ്ടോ? പുറത്തിറക്കി തിരിച്ചിട്ടിരിക്കുമല്ലേ? ഇത് 2-3 നിലയായി. ആ 2-3 നിലയുള്ള വീടാ അത്. ഏ? ചേച്ചിയുടെ നമ്പറിലോട്ടൊന്ന് വിളിച്ചേ. 2 വരെയാണ്. ആ അതെ. അവർക്ക് ഇരിക്കാൻ നേരത്തെ പറയണ്ടേ? നിൽക്കണം. ആ കുഞ്ഞു തേക്കല്ലേ? ഇത് ഇവിടുത്തെ കാലത്ത് ഇവിടുത്തെ കാർ അപ്പുറം കിടക്കണം. അപ്പുറത്ത് കിടക്കണം ചുമല. ഇപ്പോഴത്തെ വീട്ടിൽ അപ്പുറത്ത് കിടക്കണം ചുമല. ഇത് നമ്മുടെ കാറ്. ആണോ? ഇത് നമ്മൾ വന്ന കാറ്. ഇതോ? ആ നമ്മുടെ സ്വന്തം? നമ്മുടെ സ്വന്തമാണോ? എൽസിയുടെ കാറ്. എൽസിയുടെ കാറ്. എൽസിയുടെ. ശരി. ആ ശരിക്ക് ഇത് വേർപ്പ് കാണിച്ചിട്ടാണോ? ആ എൽസി പോയപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോയല്ലേ? പോവാട്ടാ. പോരുവാ. നമ്മുടെ കൂടെ വരുവാ. നമ്മൾ ഇതങ്ങ് ബൈക്കിലോട്ട് വെച്ചത്. ഞാനത് പോകണ്ട. നമ്മളിവിടെ പിന്നെ വിവാൻ ഒന്ന് ഫ്രണ്ടിലിരുന്നു. വേണ്ട. ചേച്ചി കുടിക്കാൻ അറിയോ? ഞാൻ അറിഞ്ഞാൽ വിചാരിച്ച എടുക്കണം. ചേച്ചിക്ക് കുടിക്കാൻ അറിയാമെന്ന് ചോദിച്ചതാ. ചോക്കൊന്നുമില്ല. സെറ്റായി. എവിടെയൊക്കെ ചെറിയ കടവുകളിലോട്ടൊക്കെ കച്ചവടം കുറവാ. എല്ലാരും പുറത്തു പോയി മേടിക്കും. അതെ അതിനുള്ള വെള്ളമൊക്കെ ഇത് തൊലിയോടുകൂടി നമ്മളൊന്നും ചെയ്യുന്നില്ല. യോവൻ അറിയാമായിരിക്കുമല്ലോ. 4 മണിക്കാറ്റ് വെളിച്ചെണ്ണമാവാണ്. ഇവിടെ തൊട്ട് കിടങ്ങുവേ കണ്ടോ? വണ്ടികൾ കിടക്കുന്നുണ്ടോ? ഇതൊക്കെ വരുന്നതല്ലേ ആൾക്കാര്. ഒത്തിരി തട്ടുകടകളാണല്ലോ മുഴുവൻ ഇവിടെ. അതാ പറഞ്ഞു ഇവിടെ ബിസിനസ് ആയി. മാങ്ങയല്ലേ? ഇതാ 4 മണിക്കാറ്റ്. ആൾക്കാര് അതൊന്നും കാണാനൊന്നുമില്ല. ഒന്നുമില്ല. അതുപോലെ വല്ല ചുമ്മാ ഈ കാച്ചിൽ പുഴിയത് കപ്പ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ തിന്നാനുള്ള സാധനം. അതുമല്ല അവിടെ ആണ് ഇവിടെ മീൻകട ഉണ്ടല്ലേ. പള്ളിയുടെ സ്കൂളാണ്. ആണോ? എന്ത് വില കൂട്ടി കെട്ടിക്കുന്നു? അത് സ്കൂളാണ്. ഇങ്ങനെ തോമ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടില്ല.
വലത്തോട്ടല്ലേ? ഇവിടെ കുളം നേഴ്സിംഗ് പിള്ളേരുള്ളതാണ്. ആകാശം നേഴ്സിംഗ് പിള്ളേര് പഠിക്കുന്നുണ്ടോ? ഇതുവഴി എന്നിട്ട് മഴ പെയ്യും. എന്ത് ചെയ്യും? ഇല്ലമ്മ മഴയൊന്നും പെയ്യത്തില്ല. മഴയൊന്നും പെയ്യാ. എല്ലാവരോടും കൂടി പോവുക കേട്ടോ. എവിടെ എവിടെ പോകുന്ന അമ്മച്ചി? പള്ളി വന്നല്ലേ അമ്മച്ചി? അമ്മച്ചി പള്ളി വന്നല്ലേ? പപ്പടം മേടിച്ചോണ്ട് വെച്ചാൽ ഇവിടെ ആരും തിന്നാനില്ല. വാഗമരം. അതൊക്കെയാ ശ്രദ്ധ. പിന്നെ ആ വണ്ടി ചോമോനിങ്ങ് കൊണ്ടുവരും. വണ്ടി ഇങ്ങ് കൊണ്ടുവന്നെ കേട്ടോ ചോമോനെ. ഇതിനകത്ത് കയറ്റുമോ? അവിടെ വരെ പെരുന്നാളിന് ഇറക്കുന്ന കുരിശുരൂപങ്ങളാണ് ഇവിടുത്തെ അല്ലേ? മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ. എൻ്റെ ഈശോയ്ക്ക് ആരാധന 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 ആരാധന. മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായ ദൈവത്തിൽ എഴുന്നള്ളിയിരിക്കും എൻ്റെ ഈശോയ്ക്ക് എഴുന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിൽ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ. എൻ്റെ ഈശോൻ്റെ കൈ വിടുകയല്ല. എൻ്റെ ഈശോൻ്റെ കൈ വിട്ട ഞാൻ ആഴത്തിലേക്ക് പോവും. അതുകൊണ്ട് എൻ്റെ ഈശോനെ ഒരിക്കലും കൈ വിടുകയില്ല. ഹല്ലേലൂയ. നട അന്നേരം തുറക്കുള്ളൂ. പെരുന്നാളിന് തുറക്കുള്ളൂ. എപ്പോഴേ കുളം തുറക്കുള്ളൂ. പുരുഷന്മാരുടെ കൂടെ പെണ്ണുങ്ങളുടെ കൂടെ ഉണ്ടോ? ഇതൊക്കെ വീടാണല്ലോ. വീടാണല്ലോ. ഇതൊക്കെ വീടുകളാ. 4 മണിക്കാറ്റിലെത്തി. 4 മണിക്കാറ്റ് ഇങ്ങോട്ട് മാറി നാരകാട് പാമ്പാടി. പൂവൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നല്ല പശു, നല്ല കാറ്റാ. അതാ ഒരു 4 മണിക്കാറ്റിന് അതെ, 4 മണി കഴിയുമ്പോൾ ഇവിടെ കാറ്റ് തുടങ്ങും. കേട്ടോ. സുഖമാ. ഇതാണ് സംഭവം. അമ്മയ്ക്ക് സന്തോഷമായില്ലേ? കണ്ടോ? പണിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ല. ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങാനും ആ, അപ്പുറത്തോട്ട് പോകണ്ട. എല്ലാം മേടിച്ച് കഴിക്കണം. ചായ വല്ലതും കുടിക്കണം. അപ്പുറത്തോട്ട് പോവാം.
ഇഷ്ടംപോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ചായ കാപ്പി എല്ലാം കുടിക്കാൻ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. 4 മണിക്കാറ്റിൽ പിന്നെ പരിപ്പോടെ ഉള്ളോ? ചേന ഒഴിവും കാച്ചി അപ്പുറം തന്നെ ഉള്ളേ. ഇവിടെ തന്നെ ഉള്ളതെന്ന് നോക്കിയത് ചേനയും കാച്ചിനും പരിപ്പോടേ ഉള്ളൂ. പരിപ്പോട കപ്പയൊക്കെ കിടക്കണം. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അത് കാണുമ്പോൾ ഇവിടെ പരിപ്പോട മുട്ട. പ്ലാവും ചക്കയൊക്കെ. വിശ്രമ കേന്ദ്രം. ഒരു ചായ കുടിച്ച് വിശ്രമിക്കാൻ പറ്റുന്നൊരു സ്ഥലം. കാറ്റുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ളത്. ഓരോ സ്റ്റാളിലും ഓരോ ഐറ്റമാണ്. ഇവിടെ പപ്പട പോളിയാണെങ്കിൽ അപ്പുറത്തെ പരിപ്പോട, മുട്ട, ദോശ. അപ്പുറത്തെ സൈഡിൽ മറ്റേ കാച്ചിൽ ചേമ്പ് പുഴുങ്ങിയത്. അങ്ങനെ ഓരോ ഐറ്റംസാണ്. ആ അതാണ് ചില സമയങ്ങളിൽ ഞങ്ങൾ പേടിക്കാൻ ചേച്ചിക്ക് ഞങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. ചേച്ചി ആദ്യമായിട്ട് കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവത്തില്ല, പേടിച്ചു പോകും. ചായ കുടിക്കുന്ന സമയത്ത് ചായ കുടിച്ചിട്ട് പോവാം. അല്ലല്ല, അതിൻ്റെ എല്ലാം പോയി. ഇത് ഞാൻ ഈ ഒന്നിൻ്റെ ഇവിടുന്ന് മേടിച്ചു, ഉറവലങ്ങാട്ടിന്ന് മേടിച്ചതാണ്. ഏറ്റവും നല്ല അറിയേലല്ലോ. അറിയാലോ ചായയൊക്കെ തന്നെ ചായയൊക്കെ തരട്ടെ. ചായ കൊണ്ടോണ്ടോ ഇതല്ലേ ആരെ തിരിച്ചറിഞ്ഞതാ? അറിയാവളോ അത് സോഡ ഇല്ല, നാരങ്ങാവെള്ളം മാത്രം, സോഡ ഇല്ല. ഞാൻ ഓർക്കം ചെയ്തു അമ്മച്ചിക്ക് ഇത്രയും വന്നിട്ടേ ഒരു ആളെ ആരും കണ്ടില്ലല്ലോ. അത് ഒരു മനസ്സ് ബാക്കി അവിടെ ചെന്നാലും മിക്കവാറും കാണുമായിരുന്നു. ആ ചായ നല്ല ചൂടില്ല. അത് മതിയായിരുന്നു. ഞാൻ അറിയാം തണുത്തതായിരുന്നു നാരങ്ങാവെള്ളം. എനിക്കറിയത്തില്ലായിരുന്നു. അമ്മയ്ക്ക് ചൂട് കൂടുതലായിരിക്കും. ചായ കുടി. ഇവിടെ വെക്കാവേ, ചൂടാറട്ടെ. ആ അമ്മയ്ക്കിടെ തണുപ്പിച്ചു തരും. ഇല്ല, പൊടിയൊന്നും വീഴിയല്ല കേട്ടാ. അമ്മച്ചി അറിയോ? ഞാൻ വീഡിയോ കാണാറുണ്ട് കേട്ടോ. ഞാൻ അമ്മച്ചിന്റെ വീഡിയോ കാണാറുണ്ട്. ഞാൻ അമ്മച്ചിന് എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നു. വീഡിയോക്കകത്തുണ്ട്, ഒരു വീഡിയോക്കകത്തുണ്ട്. എന്നോട് വിശേഷം സന്തോഷം. ഇവിടെ ഒന്ന് വരണമെന്നുണ്ടായിരുന്നു. ഈ ചേച്ചി ഒന്നും കാണുന്ന വീഡിയോ വന്നായിരുന്നു, ഞങ്ങളെ വിളിച്ചു. അപ്പൊ ഇവിടെ ഒന്ന് വരണമെന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഒത്തതാ. പള്ളിയിലും പോയി. നിങ്ങളൊന്ന് നേരിട്ട് കാണുന്നത് ഭയങ്കര ആണല്ലോ. എത്ര ദിവസം വിമാനം ഒത്തിരി മിണ്ടാറുണ്ട്. ചേച്ചിയുടെ പേരെന്നാ? എന്റെ പേര് സത്യ. ഇവിടുത്തെ കട ഞങ്ങളുടെ കട നാലാമത്തെ കട. അറിയത്തില്ലായിരുന്നല്ലോ. ഇതെല്ലാം ഞങ്ങളെല്ലാവരും ഒരു നിങ്ങൾ കുടുംബശ്രീക്കാരല്ലേ? ഏതോ കരക്ക കടയാണ്. പൊക്കോട്ടെ സന്തോഷം. അമ്മച്ചി വീഡിയോയിൽ കാണുന്നേക്കാളും അമ്മച്ചി നല്ല സുന്ദരിയായിരുന്നു. പണോ ഒന്നും അല്ല. മനുഷ്യൻ സ്നേഹിക്കുന്നതോ കാര്യം നമുക്ക് വേറൊന്നുമില്ല. പൊക്കോട്ടെ. ഇങ്ങനെ നല്ലോണം പഠിക്കണം, നല്ലോണം നേഴ്സായിട്ട്.
പുള്ളിക്കാരി അമ്മയുടെ വീഡിയോ അപ്പം ഞങ്ങളുടെ ഇത് കണ്ട് മോളുടെ അമ്മയമ്മയ്ക്ക് അയച്ചു എങ്ങനെയാ പഠിക്കുക ഞാൻ ഇത് എങ്ങനെ ഈ വീഡിയോ കിട്ടും ഞാൻ ആർക്കും കൊടുത്തില്ല ആ കരുത അയച്ചു കാണുന്ന അമ്മയുടെ വീഡിയോ പാലക്കാരിലുള്ള അയച്ചു കൊടുക്കും ആരും നോക്കിയല്ലോ എങ്ങനെയൊന്നും യോമോനെ പ്രശംസിക്കണം. ആ മക്കളൊന്നും ഇപ്പൊ സപ്പോർട്ട് ചെയ്യാലെന്നേ മരമൊക്കെ വിൽക്കാൻ പോകാട്ടോ മരപ്പിക്കാൻ പോകണം. പഞ്ചായത്തിൻ്റെയാ, സർക്കാരിൻ്റെ വരാ, സർക്കാരിൻ്റെ വഴി എന്നാ പറയണത്. നല്ല വില കിട്ടും കിട്ടിയല്ലാത്ത മരമാണ്. നല്ല കാറ്റല്ലേ, ഇച്ചിരി കാറ്റെ കൊണ്ടിട്ട് പോവാം. കാറ്റെ കൊണ്ടിട്ട് പോവാം. വീട്ടിൽ ചെന്നിട്ട് വേറെ പണിയൊന്നും ഇല്ല. വീട്ടിൽ ചെന്നിട്ടേ വേറെ പണിയൊന്നും ഇല്ല. നല്ല കാറ്റല്ലേ ഇവിടെ. ചേച്ചിക്ക് ചക്ക വെട്ടി വെക്കണ്ടേ? നല്ല കാറ്റല്ലേന്ന്. കാട്ടിലല്ല, ഇവിടെ നല്ല കാറ്റല്ലേന്നാ ചോദിച്ചത്. നമ്മുടെ നാടുമൊക്കെ ഇതുപോലെ. നമ്മുടെ നാട് തന്നെയാ, നമ്മുടെ നാട് തന്നെയാ. ഇവിടെ വന്നെന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ വഴക്കട്ടാക്കും. ഇവിടെ കണ്ടൊരു ചേച്ചി വിളിക്കായിരുന്നല്ലോ, മണ്ണാർക്കാട് ചേച്ചി എന്നാ വിളിച്ചായിരുന്നു. പലഹാരമൊന്നും കഴിക്കാൻ മേല. ചേച്ചിക്കുണ്ടോ കൊളസ്ട്രോൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പ്രഷറിന് എനിക്ക് വരുന്നുണ്ട്, പിന്നെ കൊളസ്ട്രോൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ അത് മൊത്തം പത്തിരിക്കുക, നടക്കാനൊന്നും നടക്കുകയാണ്. ഇനിയിപ്പം പശുകൂടെ ആകുമ്പോൾ നടപ്പുണ്ടാവും, പണിയുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ മൊത്തം നിയന്ത്രിച്ചിരിക്കുക, മൊത്തം പച്ചക്കറിയാണ്, ഒന്നും തിന്നുന്നില്ല. ഭക്ഷണവും കുറച്ചു, അതുപോലെ വയറെല്ലാം കുറഞ്ഞു. അതുകൊണ്ട് മെലിഞ്ഞു. നോയമ്പുമാണ്, ഞാൻ ഭക്ഷണം മൊത്തം കുറച്ചു. നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചാൽ മതി എന്നാണ് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ഷുഗറും ഒക്കെ നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചാൽ മതി. എനിക്ക് വയറ് കയറുന്ന ശ്വാസം മുട്ടല് പോലെയാണ് ആടിയിട്ടല്ലേ. ക്ഷീണം വരുന്നു. ചില ദിവസങ്ങളിലുണ്ട്, ചില ദിവസങ്ങളിൽ ഇപ്പം ഇല്ല. മരുന്ന് കഴിയും. ഹോമിയോയിൽ തുള്ളി മരുന്നുണ്ട്. നമ്മൾ മറ്റേ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം കഴിക്കേണ്ടി വരും. ഞങ്ങളുടെ അവിടുത്തെ ഒരു മദർ തെരേസ ക്ലിനിക് ഉണ്ട്, അവിടെ നിന്നുണ്ട്. ഓക്കെ, പച്ചക്കറി മേടിച്ച് നടപ്പുണ്ട്. പച്ചക്കറി മേടിച്ച് നടപ്പുണ്ട്. ആ വീട്ടോട്ട് പോവാം. നമ്മളെ ഇച്ചിരി പച്ചക്കറി കൂടെ മേടിച്ചിട്ട് പോവാം. ആ നമുക്ക് കിടക്കാൻ സമയമുണ്ടല്ലോ. നമ്മൾ ഉറങ്ങാറില്ലല്ലോ പകല്. പിന്നെ തന്നെ ചപ്പാത്തി വേണ്ട. എന്നാൽ പിന്നെ പ്ലെയിൻ റോസ്റ്റ് ദോശ ഒരെണ്ണം മതി. ഒരു പ്ലെയിൻ ദോശ, പിന്നെ 3 മസാല ദോശ. ഹോട്ടലാണ്, ഹോട്ടല്. ആ എന്നുള്ള അവിടെ ഭക്ഷണം കഴിക്കാൻ കരുതാ. ആദ്യം കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമുണ്ടാവും. നിങ്ങൾക്ക് ആദ്യം കൊണ്ടുവന്നു, അത് പറയണമായിരുന്നു. ആദ്യം കൊണ്ടുവരാൻ ഇപ്പോൾ പണം. ഇച്ചങ്ങ് മാറ്റി വെച്ചടി, ഈ കസരങ്ങ് മാറ്റി. അവരെ വരെ നോക്കിയിരിക്കുക, കഴിക്കുക. അവരെ വന്ന് പോട്ടെ. ചമ്മന്തി മുക്ക് എല്ലാവരും പോണടത്തോട്ട് നോക്കിയിരിക്കുക, കഴിക്കാനുള്ളത്. ഇങ്ങോട്ട് നോക്കി തിന്നെ, ഇങ്ങോട്ട് നോക്കി തിന്നെ. ഇവിടെ ഇത് മുക്കി തിന്നെ, ഇത് മുക്കി തിന്നെ. പച്ചക്ക് തിന്നാതെ ഇതിനകത്ത് മുക്കിക്ക്. ഇത് ചമ്മന്തിക്കറി. ചമ്മന്തി 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 ഇന്ന് കറക്കാമെല്ലാം കഴിഞ്ഞ് അങ്ങനെ വന്ന് എലിക്കുട്ടി അങ്ങനെ നിൽക്കുകയാണ്.
എവിടേക്കാ പോയേ? എവിടേക്കാ പോയേ? ഏ? എവിടേക്കാ പോയേ? ആര്? എലിക്കുട്ടിയും കുടുംബവും. ഏ? എലിക്കുട്ടിയും കുടുംബവും എവിടേക്കാ പോയെന്ന്? ആരാണ്? എലിക്കുട്ടിയും കുടുംബവും. എങ്ങോട്ടും? ആഹാ, എങ്ങോട്ടാ പോയെന്ന് എപ്പോഴോ? എല്ലാം മറന്നു പോയാ? എപ്പം? ഉച്ചയായപ്പോൾ തൊണ്ടയിലടച്ച് ജലദോഷം കഫക്കെട്ടലാണ്. ഇന്നലെ വൈകുന്നേരമായപ്പോൾ തുടങ്ങിയതാ. എന്താ പറഞ്ഞത്? ഇന്ന് പോയ കാര്യമാണ് ചോദിച്ചത്. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.